السلام عليكم ورحمة الله. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. الله أكبر كلما كبره المكبرون، الله أكبر كلما هلله المهللون، الله أكبر كلما ذكره الذاكرون وغفل عن ذكره الغافلون. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا. الحمد لله الذي جعل الكعبة البيت الحرام قياما للناس وجعلها مثابة للناس وأمنا، يجبى إليه ثمرات كل شيء ويسعى إليه وفد الله من كل فج وإقليم، ملبين دعوة أبيهم إبراهيم عليه الصلاة والسلام. وأشهد أن لا إله إلا الله وحده لا شريك له شهادة تبلغنا رضوانه، وأشهد أن نبينا محمدا عبد الله ورسوله الداعي إلى الصدق والأمانة الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده حتى أتاه اليقين. اللهم صل وسلم على هذا النبي وعلى آله وأصحابه والتابعين لهم بإحسان. فيا أيها الإخوة والأخوات، علموا شعائر الله، فإن تعظيم شعائر الله من تقوى القلوب، ذلك ومن يعظم حرمات الله فهو خير له عند ربه. اللهم احفظ الحجاج والمعتمرين، اللهم يسر لهم أداء مناسكهم آمنين، وتقبل منا ومنهم أجمعين. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും അവൻ്റെ കാരുണ്യവും നമ്മളിലെല്ലാം സദാ വർഷിക്കുമാറാകട്ടെ. എല്ലാ സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ആദ്യമായി ഈദുക്കും മുബാറക്, കുല്ലു ആം വഅൻതും ബിഖൈർ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅ്മാലി വത്ത്വാഅത്ത്, അആദഹുല്ലാഹു അലൈനാ വഅലൈക്കും ബിൽഖൈരി വൽയുംനി വൽഅംനി വൽബറകാത്ത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ഈദുൽ അദ്ഹ നമുക്ക് സമാഗതമാവുകയാണ്. അതിന് തൗഫീഖ് നൽകിയ അല്ലാഹുവിന് ഒരായിരം സ്തുതികൾ നാം അർപ്പിക്കുന്നു. ത്യാഗത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും സന്ദേശവുമായി ഈ ബലിപെരുന്നാൾ എല്ലാ വർഷവും ഇവിടെ സമാഗതമായി കൊണ്ടിരിക്കുന്നു. എന്താണ് ബലിപെരുന്നാൾ? ഈദുൽ അദ്ഹ എന്താണ്? ഈദുൽ അദ്ഹ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്മുടെ ആദർശ പിതാവ്
ലോക ജനതയുടെ നേതാവും ഇമാമുമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അമ്പിയാക്കന്മാരുടെ കാരണവർ എന്ന് വിളിക്കപ്പെടുന്ന ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിൻ്റെ ഇഷ്ടമിത്രം എന്ന് അല്ലാഹു ഖുർആനിൽ വിളിച്ച ആ മഹാനുഭാവന്റെ അവിടുത്തെ കുടുംബത്തിൻ്റെ ചരിത്രങ്ങളാണ് നാം ഈ ദിവസം അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ത്യാഗങ്ങൾ, ആ ത്യാഗങ്ങളുടെ സ്മരണകളാണ് നാം ഈ ദിവസത്തിൽ അയവിറക്കുന്നത്. ആരായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കാത്തവരായി ഇന്ന് ആരും ഉണ്ടായിരിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് ഇബ്രാഹിം എന്നാണ് അധ്യായത്തിന്റെ പേര്. 5 നേരത്തെ നിസ്കാരത്തിൽ 20 പ്രാവശ്യം നാം നമ്മുടെ നബിയുടെ ഒട്ടിക നബിന്റെ കൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരും നാം പറയുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം നിങ്ങൾ നോക്ക്. വളരെ വിചിത്രമായ ഒരു സമുദായത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പുരാതന മാനവ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ മെസപ്പൊട്ടോമിയ, ബാബിലോണിയ. ഓൾഡ് ഹിസ്റ്ററി, ലോകചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ബാബിലോണിയൻ സിവിലൈസേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. ആധുനിക ഇറാഖ്, ആ ആധുനിക ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരമുള്ള നാസിരിയ നഗരത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ നഗരമായ ടൂർ നഗരത്തിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു വിഗ്രഹ വ്യാപാരിയായ ആസറിന്റെ പുത്രനായി ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് BC 2100 അദ്ദേഹം പൂജാതനാകുന്നു. വിഗ്രഹാരാധനയുടെ പിന്നിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം. അല്ലാഹുവിനെ പൂർണ്ണമായും മറന്നും കൊണ്ട് വിസ്മരിച്ചും കൊണ്ടുള്ള ഒരു ഇരുളടഞ്ഞ ഒരു ലോകമായിരുന്നു അദ്ദേഹം ജനിക്കുന്ന ആ സന്ദർഭത്തിൽ. സൂര്യ, ചന്ദ്ര, നക്ഷത്രാദികളെ പൂജിച്ചിരുന്ന പൂജാരികളുടെ ഒരു സമുദായത്തിലാണ്, വംശത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. അന്ന് ഏകനായ സർവശക്തനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യനും അന്നുണ്ടായിരുന്നില്ല. ഒരൊറ്റ മനുഷ്യനും അന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജനനമെന്ന് നാം മനസ്സിലാക്കണം. തൻ്റെ പൂർവികന്മാരെല്ലാം ആ സമുദായത്തിലെ പണ്ഡിറ്റുകളായിരുന്നു, പൂജാരികളായിരുന്നു, ബ്രാഹ്മണന്മാരായിരുന്നു, ഇന്നത്തെ ഹിന്ദു മതത്തിൽ കാണുന്നത് പോലെ. അങ്ങനെയുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തൻ്റെ കുടുംബം, തൻ്റെ വംശം, തൻ്റെ സമൂഹം ആരാധിക്കുന്ന വിഗ്രഹാരാധനയോട് അദ്ദേഹത്തിന് ഒരിക്കലും രാജിയാകാൻ സാധിച്ചില്ല. അദ്ദേഹം പൂർണ്ണമായും അവയോടെല്ലാം വിട പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശരിയായ തൗഹീദിന്റെ മാർഗമാണ് അദ്ദേഹം തന്റെ ചെറുപ്പകാലത്ത് തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. തന്റെ കുടുംബത്തിൽ നിന്ന്, തന്റെ നാട്ടിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്നിട്ട് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ആ എതിർപ്പുകളെയെല്ലാം അദ്ദേഹം തരണം ചെയ്തത് തന്റെ വിശ്വാസം ഒന്നുകൊണ്ട്, തൗഹീദിലുള്ള ആ അടിയുറച്ച വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അല്ലാഹുവിലുള്ള അടിയുറച്ച ആ തവക്കുൽ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ആ മല പോലോത്ത എതിർപ്പുകളെല്ലാം നേരിടാൻ കഴിഞ്ഞത്. ഈ ഓർമ്മ പുതുക്കുകയാണ് ഈ ഇന്നത്തെ ബലിപെരുന്നാൾ ദിവസത്തിൽ എന്ന് നാം മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്ക്, ഇന്ന് നമുക്ക് ലോകത്ത്
മതം, പിന്നെ ഇസ്ലാം മതം. ഈ 3 മതത്തിന്റെ ആളുകളും അവരുടെ പാരമ്പര്യ പിതാവായി അംഗീകരിക്കുന്നത്, അവകാശപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ്. മനസ്സിലാക്കണം. ഈ 3 മതത്തിന്റെ ആളുകളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ് അവരുടെ പാരമ്പര്യ പിതാവായിട്ട് അവരെ അംഗീകരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആദർശ പിതാവായി അവകാശവാദം ഉന്നയിക്കുന്ന 4 വിഭാഗത്തെ നമുക്ക് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. 4 വിഭാഗത്തെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് യഹൂദികളാണ്. യഹൂദികളുടെ അവകാശവാദം എന്താണ്? ഞങ്ങൾ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു യഹൂദിയായിരുന്നു, ഇബ്രാഹിം ഒരു ജൂതനായിരുന്നു. ഇതായിരുന്നു യഹൂദികളുടെ അവകാശവാദം. മറ്റൊരു വിഭാഗം ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ പറയുന്നത് എന്താണ്? ഇബ്രാഹിം ഞങ്ങളുടെ നായകനാണ്, ധർമ്മനായകനാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ഒരു നസ്രാണിയായിരുന്നു, ഇബ്രാഹിം ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നതാണ് അവരുടെ അവകാശവാദം. മൂന്നാമതൊരു വിഭാഗം അവര് ഖുറൈശി അറബ് മുശ്രിക്കുകളാണ്. അവര് അവകാശവാദം ഉന്നയിക്കുന്നത് ഇബ്രാഹിം ഞങ്ങളുടെ ആളാണ് എന്നാണ്. പിന്നെ ഒരു വിഭാഗം അത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ നാം, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവകാശപ്പെട്ടു ഞങ്ങളുടെ നേതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഞങ്ങളാണ് ഇബ്രാഹിം സരണിയിലുള്ളത്, ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ പാരമ്പര്യത്തിൽ നിലകൊള്ളുന്നത്. കാരണം ഇബ്രാഹിം ഒരു മുസ്ലിമായിരുന്നു. ഇങ്ങനെ 4 വിഭാഗത്തെ നമുക്ക് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ 3 വിഭാഗവും ഇബ്രാഹിം ഞങ്ങളുടെ ധർമ്മനായകനാണ്, നമ്മുടെ പാരമ്പര്യ പിതാവാണ് എന്ന് അവകാശപ്പെടാനുള്ള കാരണം? അതിന് കാരണമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കളാണ്. ഒന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, മറ്റൊന്ന് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2 പുത്രന്മാരായിരുന്നു, ഒന്ന് ഇസ്മായിൽ, മറ്റൊന്ന് ഇസ്ഹാഖ്. ഈ ഇസ്ഹാഖിന്റെ പാരമ്പര്യത്തിൽ വന്നവരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. ജൂതന്മാരുടെ എല്ലാമായിരുന്ന അവരുടെ പ്രവാചകൻ മോശെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് വരുന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ എല്ലാമായിരുന്ന ജീസസ് ക്രൈസ്റ്റ് ഈസ നബി അലൈഹിസ്സലാം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിലാണ് വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിൽ വരുന്നത് അറബികളാണ്. നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇസ്മായിൽ നബിയുടെ കുടുംബ പരമ്പരയിലാണ് വരുന്നത്. ഇതുകൊണ്ടാണ് ലോകത്തിലെ 75% ആളുകളും അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്നതും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അവരുടെ ധർമ്മനായകനായിട്ട് കണക്കാക്കുന്നതും അതുകൊണ്ടാണ്. എന്നാൽ ഈ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളുടെ ഏത് വിഭാഗത്തിന്റെ അവകാശവാദമാണ് ശരിയായിട്ടുള്ളത്? ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയ ഈ അവകാശവാദക്കാരുടെ അവകാശവാദമെല്ലാം തള്ളിക്കളഞ്ഞും കൊണ്ട്, അതിനെ വേരോടെ പിഴുതെറിഞ്ഞും കൊണ്ട് ആരാണ് ശരിയായ ഇബ്രാഹിമി പാതയിലെന്ന് വളരെ കൃത്യമായ നിലക്ക് ഖുർആനിൽ അല്ലാഹു വിവരിക്കുന്നുണ്ട്. മാകാന ഇബ്രാഹിമു യഹൂദിയ്യം വലാ നസ്രാനിയാ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രികീൻ. നോക്ക്, ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് വിവരിക്കുന്നത്. മാകാന ഇബ്രാഹിമു, ഇബ്രാഹിം ഒരിക്കലുമായിരുന്നില്ല യഹൂദിയൻ, ഇബ്രാഹിം ഒരു യഹൂദിയായിരുന്നില്ല, ഒരു ജൂതനായിരുന്നില്ല. വലാ നസ്രാനിയ, ഇബ്രാഹിം ഒരു നസ്രാനിയുമായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, അദ്ദേഹം ഹനീഫായ മുസ്ലിമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെട്ട ശുദ്ധ മനസ്ഥിതിക്കാരനായ രുചിവാന
മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങളും അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം ഒരിക്കലും മുശ്രിക്കായിരുന്നില്ല. എത്ര വ്യക്തമായ നിലക്ക് ഖുർആൻ വളരെ കൃത്യമായ നിലക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. വീണ്ടും ആരാണ് ഇബ്രാഹിം ഈ പാതയിൽ എന്ന് ഒന്നുകൂടി അല്ലാഹു തആല അരക്കിട്ട് ഉറപ്പിച്ചും കൊണ്ട് പറയുന്നു, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ. ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിമ, മനുഷ്യരിൽ ഇബ്രാഹിമുമായി ഏറ്റവും കടപ്പാടുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസം ഉൾക്കൊണ്ടവരാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആചാരങ്ങൾ ഉൾക്കൊണ്ടവരാണ്. ഇബ്രാഹിമിന്റെ കർമാനുഷ്ഠാനങ്ങൾ, ഇബ്രാഹിമിന്റെ സ്വഭാവ സവിശേഷതകൾ ആര് ഉൾക്കൊണ്ടു അവര് മാത്രമാണ്. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഊഹു. ആര് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസവും ആചാരവും കർമാനുഷ്ഠാനങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടോ അവർക്ക് മാത്രമാണ് ഇബ്രാഹിം നമ്മുടെ ധർമ്മനായകനാണ് എന്ന് അവകാശപ്പെടാനുള്ളത്. ഒന്ന്. രണ്ടാമത് അല്ലാഹു പറയുന്നത് വഹാദൻ നബിയ്യു, ഇതാ ഈ പ്രവാചകനാണ്. ഏത് പ്രവാചകൻ? നമ്മുടെ പ്രവാചകൻ, ലോകനേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിയിട്ടാണ് അല്ലാഹു പറയുന്നത്. ഈ പ്രവാചകനുമാണ് വല്ലദീന ആമനു. ആര് ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നുണ്ടോ അവരെല്ലാമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ അർഹർ. വേറെ ഒരു വിഭാഗത്തിനും അതിന് അർഹതയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ നിലക്ക് വിവരിക്കുന്നുണ്ട്. ആ ഇബ്രാഹിമിന്റെ മില്ലത്താണ് പ്രവാചകരെ നിങ്ങൾ അനുധാവനം ചെയ്യേണ്ടത്, നിങ്ങളുടെ സമുദായത്തിന് പഠിപ്പിക്കേണ്ടത്. ആ പ്രവാചകന്റെ മില്ലത്തായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണ് ആ പ്രവാചകന്റെ മില്ലത്ത്? വളരെ വ്യക്തമായ നിലക്ക് നമുക്കത് കാണാം അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിലൂടെ. അതായത് ഇബാദത്തുകളായി എന്തെല്ലാം ഉണ്ടോ അത് അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുക, ഇതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത്. ആ മില്ലത്താണ് പ്രവാചകരെ നിങ്ങൾ പിൻപറ്റേണ്ടത്. നിങ്ങളുടെ സമുദായത്തോട് നിങ്ങളത് കൽപ്പിക്കണം. അതെ, അൻതഅബ്ദുല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത്. ഇബാദത്തുകളായി എന്തെല്ലാം ഉണ്ടോ വളരെ വിശദീകരിക്കേണ്ട സന്ദർഭമാണ്. ഞാനത് കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഹൃദയത്തിലുള്ള ഇബാദത്തുണ്ട്, നാവ് കൊണ്ടുള്ള ഇബാദത്തുണ്ട്, ശരീര അവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്തുണ്ട്. ഇതെല്ലാം അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുക. ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം നാം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ ഇബാദത്തുകളിൽ ഒരു ചെറിയ ഭാഗം പോലും അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയിട്ടില്ല. ഇതാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം നാം പ്രത്യേകമായി ഓർക്കേണ്ടത്. മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാം സംവിധാനിച്ച ഹജ്ജും അതിനു വേണ്ടി മാത്രമുള്ളതായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഇബ്രാഹിം മില്ലത്തിൽ ഞാൻ ഓരോരുത്തരും, ഞാനും എൻ്റെ കുടുംബവും അടിയുറച്ചു നിൽക്കാൻ തയ്യാറാണ് എന്ന ഒരു പ്രതിജ്ഞ പുതുക്കുക കൂടിയാണ് ഇന്നത്തെ ബലിപെരുന്നാൾ ദിവസത്തിൽ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ദിവസം ബന്ധങ്ങൾ ശക്തമാക്കാൻ അതേ മാതാപിതാക്കളുള്ളവർ, ആ മാതാപിതാക്കൾ എപ്പോഴും നാം അവരോട് കാരുണ്യം കാണിക്കണം. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം അവരോട് നാം കൂടുതൽ കാരുണ്യ സ്പർശം നാം കാണിക്കണം. അതേപോലെ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികളുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു അവസരമാണ്. അതേപോലെ തന്നെ എന്തെല്ലാം നന്മകൾ, പുണ്യകർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുവോ അതൊക്കെ നാം ഇന്നത്തെ ദിവസം ചെയ്യണം. പ്രത്യേകിച്ചും ദാനധർമ്മങ്ങൾ. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു മദ്രസയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. 200ഓളമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകന്മാർ ഇവിടെയുണ്ട്. നല്ല നിലക്കുള്ള തറബേത്തികൾ, ശിക്ഷണങ്ങൾ ഒക്കെ അവർക്ക് നൽകുന്നുണ്ട്, ട്രെയിനിങ് ഒക്കെ നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്. അവരെ നല്ല ഇസ്ലാമിൻ്റെ അടിത്തറയിലായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ, വാർത്തെടുക്കുവാനാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ദാറുൽ ഖൈർ എന്ന മദ്രസ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ പ്രിയമുള്ളവർ, ഇന്ന് നിങ്ങൾ ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ധാരാളമായി നിങ്ങൾ സംഭാവന ചെയ്യണം. ആ മദ്രസിന്റെ കൺസ്ട്രക്ഷൻ എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കുവാൻ നിങ്ങളുടെ ഇന്നത്തെ സംഭാവന കൊണ്ട് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിങ്ങൾക്ക് ഏറ്റവും ഉദാത്ത
സമർത്ഥമായ ഉന്നതമായ പ്രതിഫലങ്ങൾ നൽകും, തീർച്ചയായിട്ടും നൽകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. ഈ സന്ദർഭത്തിൽ ഇവിടെ ഈ തൗഹീദിന് വേണ്ടിയൊക്കെ നിരന്തരമായി പരിശ്രമിച്ച ഒരുപാട് ആളുകൾ നമ്മളിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ നാം ഓർക്കണം. ഈ പള്ളിയുടെ തന്നെ കുറേ വർഷങ്ങളോളം സാരഥിയായിരുന്ന ഹൈക്കോ മൊയ്തീൻ ഹാജി, ഈ പള്ളിയിൽ വാങ്ങു വിളിച്ചിരുന്ന ഷബീറാക്ക, അതേപോലെ തന്നെ നമ്മുടെ തൗഹീദിന് വേണ്ടി അതിൻ്റെ ദഅവത്തിന് വേണ്ടി ഒരുപാട് പാടുപെട്ട് പരിശ്രമിച്ച MG മുഹമ്മദ് ആക്ക എന്ന വ്യക്തി, ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട് നമുക്ക്. അപ്പോൾ ഇവരൊക്കെ നാം ഈ സന്ദർഭത്തിൽ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർ മറ്റൊരു ലോകത്താണ്, ബർസഖിയായ പരലോക ലോകത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോക ജീവിതം, അവരുടെ ബർസഖിയായ ജീവിതം പ്രകാശമാക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ അവരുടെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്, അതേപോലെ പത്നിമാർക്ക്, ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി, ആജിലായ പെട്ടെന്നുള്ള ശിഫ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ നമ്മളിൽ പലരും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ കഷ്ടപ്പാടുകളും അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات وآخر دعوانا أن الحمد لله رب العالمين.